എത്രയും ദയുള്ള മാതാവേ, നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടിയണഞ്ഞവരെ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. എത്ര അർത്ഥവത്തായ വാക്കുകൾ! നമ്മളുടെ ജീവിതത്തിൽ പല തവണകളായി നമുക്കനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകളിലും ദുരിതങ്ങളിലും നമ്മൾ പരിസകന്യാമറിയത്തെ ആശ്രയിക്കുമ്പോൾ നമുക്ക് എത്രയെത്ര സഹായങ്ങൾ ആണ് അവിടെ നിന്ന് വാങ്ങിത്തന്നിരിക്കുന്നത്. ഈ വണക്കമാസം ആചരിക്കുന്ന കാലത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം, പരിശുദ്ധ അമ്മയെ എന്തുകൊണ്ടാണ് എല്ലാ ജനതകളും വണങ്ങുന്നത്? ജാതിമത ഭേദമന്യേ അമ്മയുടെ ചില ഗുണഗണങ്ങളാൽ ആണ് ഇത് സാധ്യമായത്. സ്നേഹം, വിശ്വാസം, ശരണം, എളിമ, അനുസരണം എന്നിവയെല്ലാം പരിശുദ്ധ അമ്മയുടെ ചില ഗുണങ്ങളാണ്. അനുസരണത്തിന്റെ ഉത്തമ ഉദാഹരണമായി ദേവദൂതൻ പ്രത്യക്ഷപ്പെട്ട് നീ കർത്താവിനെ തന്റെ ഉദരത്തിൽ വഹിക്കുമെന്ന് പറഞ്ഞപ്പോൾ യാതൊരു ചിന്തയും കൂടാതെ അനുസരണത്തോടെ ദൈവത്തിന്റെ വാക്കുകൾ അനുസരിച്ചവൾ, ആ അനുസരണം കാൽവരി മലയിൽ വരെ പിന്തുടർന്നവൾ. സ്നേഹത്തിന്റെ ഉത്തമ ഉദാഹരണമായ പരിശുദ്ധ അമ്മ തന്റെ വ്യക്തി ജീവിതത്തിലും തന്റെ കുടുംബത്തിലും ലോകം മുഴുവനെയും സ്നേഹിക്കുന്ന അമ്മ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് വീഞ്ഞു തീർന്നുപോയപ്പോൾ തന്റെ മകനോട് അഭ്യർത്ഥിച്ച് അപേക്ഷിച്ച് അത് സാധ്യമാക്കി കൊടുത്തത് അമ്മ എത്രമാത്രം മറ്റുള്ളവരെ സ്നേഹിക്കുന്നുവെന്നും ബഹുമാനിക്കുന്നുവെന്നുമുള്ള ഒരു ഉദാഹരണമാണ്. ഇത്രയും വലിയ പദവിയിലേക്ക് ഉയർത്തിയതിന് ശേഷവും താൻ എത്ര എളിമയോടെ ജീവിച്ചു എന്നതിൻ്റെ തെളിവ് നമുക്കെല്ലാവർക്കും ദൈനംദിന ജീവിതത്തിൽ അറിയാവുന്നതാണ്. തൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പലവിധത്തിൽ പങ്കുവച്ച് ദൈവത്തിൻ്റെ തിരുവിഷ്ടം നിറവേറ്റുന്നതിനായി രക്ഷാകര പൂർത്തീകരണത്തിൽ പങ്കുചേർന്ന പരിശുദ്ധ അമ്മയെ നമുക്ക് വണങ്ങാം, വാഴ്ത്താം. നമ്മുടെയും നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും പരിശുദ്ധ അമ്മയുടെ കാൽപാദത്തിൽ സമർപ്പിച്ച് നമുക്ക് മാതാവിനോടുള്ള ഭക്തി പ്രത്യേകമായി അറിയിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എത്രയും ദയുള്ള മാതാവേ, നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടിയണഞ്ഞവരെ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. എത്ര അർത്ഥവത്തായ വാക്കുകൾ! നമ്മളുടെ ജീവിതത്തിൽ പല തവണകളായി നമുക്കനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകളിലും ദുരിതങ്ങളിലും നമ്മൾ പരിസകന്യാമറിയത്തെ ആശ്രയിക്കുമ്പോൾ നമുക്ക് എത്രയെത്ര സഹായങ്ങൾ ആണ് അവിടെ നിന്ന് വാങ്ങിത്തന്നിരിക്കുന്നത്. ഈ വണക്കമാസം ആചരിക്കുന്ന കാലത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം, പരിശുദ്ധ അമ്മയെ എന്തുകൊണ്ടാണ് എല്ലാ ജനതകളും വണങ്ങുന്നത്? ജാതിമത ഭേദമന്യേ അമ്മയുടെ ചില ഗുണഗണങ്ങളാൽ ആണ് ഇത് സാധ്യമായത്. സ്നേഹം, വിശ്വാസം, ശരണം, എളിമ, അനുസരണം എന്നിവയെല്ലാം പരിശുദ്ധ അമ്മയുടെ ചില ഗുണങ്ങളാണ്. അനുസരണത്തിന്റെ ഉത്തമ ഉദാഹരണമായി ദേവദൂതൻ പ്രത്യക്ഷപ്പെട്ട് നീ കർത്താവിനെ തന്റെ ഉദരത്തിൽ വഹിക്കുമെന്ന് പറഞ്ഞപ്പോൾ യാതൊരു ചിന്തയും കൂടാതെ അനുസരണത്തോടെ ദൈവത്തിന്റെ വാക്കുകൾ അനുസരിച്ചവൾ, ആ അനുസരണം കാൽവരി മലയിൽ വരെ പിന്തുടർന്നവൾ. സ്നേഹത്തിന്റെ ഉത്തമ ഉദാഹരണമായ പരിശുദ്ധ അമ്മ തന്റെ വ്യക്തി ജീവിതത്തിലും തന്റെ കുടുംബത്തിലും ലോകം മുഴുവനെയും സ്നേഹിക്കുന്ന അമ്മ
കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് വീഞ്ഞു തീർന്നുപോയപ്പോൾ തൻ്റെ മകനോട് അഭ്യർത്ഥിച്ച് അപേക്ഷിച്ച് അത് സാധ്യമാക്കി കൊടുത്തത് അമ്മ എത്രമാത്രം മറ്റുള്ളവരെ സ്നേഹിക്കുന്നുവെന്നും ബഹുമാനിക്കുന്നുവെന്നുമുള്ള ഒരു ഉദാഹരണമാണ്. ഇത്രയും വലിയ പദവിയിലേക്ക് ഉയർത്തിയതിന് ശേഷവും താൻ എത്ര എളിമയോടെ ജീവിച്ചു എന്നതിൻ്റെ തെളിവ് നമുക്കെല്ലാവർക്കും ദൈനംദിന ജീവിതത്തിൽ അറിയാവുന്നതാണ്. തൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പലവിധത്തിൽ പങ്കുവച്ച് ദൈവത്തിൻ്റെ തിരുവിഷ്ടം നിറവേറ്റുന്നതിനായി രക്ഷാകര പൂർത്തീകരണത്തിൽ പങ്കുചേർന്ന പരിശുദ്ധ അമ്മയെ നമുക്ക് വണങ്ങാം, വാഴ്ത്താം. നമ്മുടെയും നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും പരിശുദ്ധ അമ്മയുടെ കാൽപാദത്തിൽ സമർപ്പിച്ച് നമുക്ക് മാതാവിനോടുള്ള ഭക്തി പ്രത്യേകമായി അറിയിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.